അത് ലേസസ് ഫെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അലോ ടു ഡു എന്നാണ് അതിന് പറയുന്ന അർത്ഥം. അലോ ടു ഡു വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്കറിയാം ഈ സോഷ്യലിസം, ഞാൻ നേരത്തെ പറഞ്ഞത് സോഷ്യലിസവുമായിട്ടാണ് കുറച്ചും കൂടി അടുത്ത് ഇടപഴകുന്നത്. നമുക്ക് ഈ കോപ്പറേഷൻ എന്ന് പറയുന്ന ആശയം കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്നത്. വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ പ്രകേഷ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു എക്സാമിനേഷനാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അല്ലേ. നമ്മൾ അതിനുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് അയച്ചിട്ടുണ്ടായിരിക്കും. നമുക്കറിയാം ഒരു സഹകരണ മേഖലയിലെ ഏറ്റവും ഗ്ലാമറസ് ആയ ഒരു പോസ്റ്റായി കണക്കാക്കുന്നതാണ് നമുക്കറിയാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. അപ്പോൾ ഒരു പരീക്ഷ നമുക്ക് സെപ്റ്റംബർ മുതൽ നവംബർ മാസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഒരു കൃത്യമായ തയ്യാറെടുപ്പ് അവർ നടത്തിയില്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കുറച്ചധികം മാസങ്ങൾ ആ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുണ്ട്. സോ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മാത്രമേ നമുക്ക് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിൽ ഒരു മികച്ച റാങ്കിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. കാരണം നമുക്കറിയാം ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചിലപ്പോൾ ഒരുപാട് പുതുമകളൊക്കെ ആ എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകുക എന്നുള്ളത് നമുക്ക് ആദ്യം ചെയ്യാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആ പഠനത്തിനൊപ്പം നമ്മൾ എന്താണ് എൻട്രി കോപ്പറേറ്റീവ് ബാങ്ക് നിങ്ങൾക്കായിട്ടൊരു സീരീസ് സൂപ്പർ ടോപ്പിക്സ് എന്ന് പറഞ്ഞൊരു സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. കാരണം ആ സൂപ്പർ ടോപ്പിക്സ് സീരീസ് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും ഈ പറയുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റാങ്ക് മേക്കിങ്ങിൽ സഹായിക്കുന്ന സൂപ്പർ ടോപ്പിക്സ് എടുത്തുകൊണ്ടുള്ള ഒരു സീരീസാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ സീരീസിനൊപ്പം തന്നെ സഞ്ചരിക്കുക, അതിൽ ഡിസ്കസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കറിയാം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിലബസ് വരുന്നതാണ് കോപ്പറേഷൻ്റെ ഭാഗം അല്ലേ. ജനറൽ കോപ്പറേഷൻ്റെ ഭാഗം ആ സിലബസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ ആ ജനറൽ കോപ്പറേഷൻ സിലബസ് നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും ബേസിക് ആയിട്ട് കോപ്പറേഷനും മറ്റ് എക്കണോമിക്സ് തുടങ്ങി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പഠിച്ച്, ഇന്ത്യയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പഠിച്ച്, കേരളത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് പഠിച്ച്, അവരുടെ ലീഗൽ ഫോർമാറ്റുകളെ കുറിച്ച്, അവരുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിച്ച്, അതേപോലെ അവരുടെ ഡിസ്പ്യൂട്ട്സ് എങ്ങനെ സെറ്റിൽ ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ച്, അങ്ങനെ ഒരുപാട് വലിയൊരു സിലബസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഈ കോപ്പറേഷൻ എന്ന ഭാഗത്തു നിന്ന് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സിലബസിൽ. അപ്പോൾ അവിടെ നിന്ന് വരുന്ന കുറച്ച് സൂപ്പർ ടോപ്പിക്സാണ് നമ്മൾ ഇന്ന് കോപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു സൂപ്പർ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു എക്കണോമിക് സിസ്റ്റമാണ് അല്ലേ. അതേപോലെ തന്നെയുള്ള ഒരുപാട് എക്കണോമിക് സിസ്റ്റംസ് നമ്മുടെ ലോകത്താകമാനമുണ്ട്. ഇപ്പോൾ കോപ്പറേഷൻ എന്ന് പറയുന്ന ആശയം വരുന്നത് തന്നെ നമുക്കറിയാം ആദ്യം ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു വലിയ ആശയം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ. ക്യാപിറ്റലിസത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നമുക്കറിയാം ചൂഷണമാണ്, അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിരുന്നു. ഒരു പക്ഷേ ക്യാപിറ്റലിസത്തിനെ മറികടക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു ചൂഷണത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പറേഷൻ എന്ന് പറയുന്ന ആശയം തന്നെ കൊണ്ടുവന്ന് പറയും അല്ലേ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആശയമാണ് സോഷ്യലിസവും അതുപോലെ തന്നെ കമ്മ്യൂണിസവും എല്ലാം. നമുക്ക് കോപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതൊരു എക്കണോമിക് സിസ്റ്റത്തിനൊപ്പം കോ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അവിടെ ഏതൊരു എക്കണോമിക് സിസ്റ്റം നിലനിന്നോട്ടെ അതിനൊപ്പം കോ എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? തീർച്ചയായിട്ടും കോപ്പറേഷൻ ഉണ്ട്. അതിപ്പോൾ ക്യാപിറ്റലിസം ആയിക്കോട്ടെ, സോഷ്യലിസം ആയിക്കോട്ടെ, കമ്മ്യൂണിസം ആയിക്കോട്ടെ, ഏത് തരം എക്കണോമിക് സിസ്റ്റവുമായിട്ടും കോ എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? കോപ്പറേഷൻ ഉണ്ട്. അത് മാത്രമല്ല ഒരു പ്രത്യേകത, ഇങ്ങനെ കോ എക്സിസ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യും? അത് അപ്ഹോൾഡ് ചെയ്യും. മനസ്സിലാക്കണം. ഇപ്പോൾ ഏതൊരു സിസ്റ്റത്തിനൊപ്പം കോപ്പറേഷൻ വർക്ക് ചെയ്യുമെങ്കിലും അവ കോപ്പറേഷന് മാത്രമായുള്ള ഒരു സ്വഭാവ സവിശേഷത അതെപ്പോഴും അത് ഉയർത്തിപ്പിടിക്കും. അതൊരു വിട്ടുവീഴ്ചയും ആരും ചെയ്യില്ല. കോപ്പറേഷന് ആ ഒരു കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ല. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും? അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ കോപ്പറേഷൻ ക്യാപിറ്റലിസ്റ്റിനൊപ്പം നിന്നോട്ടെ, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റിനൊപ്പം വളർന്നോട്ടെ, കമ്മ്യൂണിസ്റ്റിനൊപ്പം നിന്നോട്ടെ, ഏതിനൊപ്പം നിന്നാലും ശരി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതെന്ത് ചെയ്യും? കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ എല്ലാ സിസ്റ്റത്തിനൊപ്പം കോ എക്സിസ്റ്റ് ചെയ്യാനുള്ളൊരു ഘടന ആർക്കുണ്ടെന്ന് പറയുന്നത് കോപ്പറേഷൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്കറിയാം കോപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ആസ് എ ബിസിനസ് ഫോം എന്ന നിലയിൽ ഒരു ബിസിനസ് ഫോം കൂടിയാണ് കോപ്പറേഷൻ. നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള ബിസിനസ് ഫോം ഉണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ട്, പാർട്ണർഷിപ്പ് ഉണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇവയും ആയിട്ടും എന്തുണ്ട്? ഈ പറയുന്ന കോപ്പറേഷൻ എന്ത് ചെയ്യുന്നു? ആസ് എ ബിസിനസ് ഫോം എന്ന നിലയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത്? In capital economy, land, labor, capital organizing are or owned by. ആരാണ് ഈ പറയുന്ന ഒരു ക്യാപിറ്റൽ എക്കണോമിയിൽ ലാൻഡും ലേബറും ക്യാപിറ്റലൊക്കെ ഓൺ ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗവൺമെൻറ്, ഓപ്ഷൻ ബി പാർലമെൻറ്റ്, ഓപ്ഷൻ സി ഇൻഡിവിജ്വൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആരാണ് ഒരു ക്യാപിറ്റൽ എക്കണോമിയിൽ? നമുക്കറിയാം ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ലോകത്ത് ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു ദിവസമാണ്. കാരണം അവിടെ ഒരു വലിയ ഇതുണ്ട്, ഒരു വലിയ പ്രസ്ഥാനം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ പറയുന്ന പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു സിസ്റ്റത്തിനുണ്ടെങ്കിലും അവിടെ ലോകത്ത് ആദ്യമായിട്ട് സ്വാധീനിച്ച ഒരു എക്കണോമിക് സിസ്റ്റം എന്ന നിലയിൽ നമുക്ക് എന്തിനു രേഖപ്പെടുത്താം? ക്യാപിറ്റലിസത്തെ കുറിച്ച് പറയാം. അപ്പോൾ ക്യാപിറ്റലിസം
അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ എക്കണോമിയിൽ ലാൻഡും ലേബറും ക്യാപിറ്റലൊക്കെ ആരാണ് ഓൺ ചെയ്യുന്നത്? ഗവൺമെൻറ് ആണോ, പാർലമെൻ്റ് ആണോ, ഇൻഡിവിജ്വൽ ആണോ, അതോ നൺ ഓഫ് ദിസ്? തീർച്ചയായിട്ടും ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ആരായിരിക്കും ഇതൊക്കെ ഓൺ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ ആണ്. ഓപ്ഷൻ സി ഇൻഡിവിജ്വൽ ആണ്. അല്ലേ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണ്. ക്യാപിറ്റലിസ്റ്റിന് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ അധികാരവും, അവിടെ ഈ പറയുന്ന പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആരുടെ കയ്യിലാണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണ്, വ്യക്തിപരം. അപ്പോൾ അവരെന്തിനാണ്? അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്ത് മാത്രമാണ്? പ്രോഫിറ്റ് മോട്ടീവാണ്. അവരുടെ ലാഭം വർദ്ധിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ അത്തരം ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഒരു ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമായും അവിടെ ഈ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ആരുടെ കയ്യിലായിരിക്കും? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലായിരിക്കും. അവിടെ എന്താണ്? ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ടായിരിക്കില്ല, ഗവൺമെൻറ് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കില്ല, ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ ക്യാപിറ്റലിസത്തിന് ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ എന്താണ്? എല്ലാം ഈ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. അവരാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊണ്ടു നടക്കുകയും കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ആരാണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ക്യാപിറ്റൽ എക്കണോമിയിൽ ലാൻഡും ലേബറും ക്യാപിറ്റലൊക്കെ ആരാണ് ഓൺ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസ് ആണ് ഓൺ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സർപ്ലസ് വാല്യൂ. സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞൊരു ആശയത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ളത് ഏതാണെന്നുള്ള ചോദിക്കാം. സർപ്ലസ് വാല്യൂ അതിനെക്കുറിച്ച്. ഓപ്ഷൻ എ കമ്മ്യൂണിസം, ഓപ്ഷൻ ബി ക്യാപിറ്റലിസം, ഓപ്ഷൻ സി സോഷ്യലിസം, ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയനിസം. സർപ്ലസ് വാല്യൂ, അതായത് നമുക്കറിയാം ഈ എല്ലാ ഡിസ്ട്രിബ്യൂഷനും കഴിഞ്ഞ് പിന്നെയും സർപ്ലസ് ആയിട്ടൊരു വാല്യൂ വരുന്ന സമയത്ത് ആ ഒരു പ്രിൻസിപ്പിൾ എന്തിനെ ബേസ്? നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാപിറ്റലിസത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡിവിജ്വൽസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക, പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പോൾ ആ മാക്സിമം ലാഭം ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവരെന്താണ്? അവർ വിശ്വസിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സർപ്ലസ് വാല്യൂവിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ വിശ്വസിക്കുന്ന ആരാണ്? ഓപ്ഷൻ ബി ക്യാപിറ്റലിസമാണ്. ക്യാപിറ്റലിസമാണ് സർപ്ലസ് വാല്യൂ എന്നൊരു പ്രിൻസിപ്പിൾ വിശ്വസിക്കുന്നത്. കാരണം അവരെപ്പോഴും ഈ സർപ്ലസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഗ്രോത്തും അവരുടെ എക്സ്പാൻഷനൊക്കെ നിലനിൽക്കുന്നത്, ഈ സർപ്ലസിനെ ബേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും വിശ്വസിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സർപ്ലസ് വാല്യൂവിലാണ്. ക്യാപിറ്റലിസം എപ്പോഴും വിശ്വസിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണ്? സർപ്ലസ് വാല്യൂ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സിസ്റ്റം വിച്ച് ഗിവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു മെമ്പേഴ്സ് റാദർ ദാൻ ക്യാപിറ്റൽ. ക്യാപിറ്റലിനാൽ കൂടുതൽ മെമ്പേഴ്സിന് പ്രാധാന്യം നൽകുന്ന എക്കണോമിക് സിസ്റ്റം ഏതാണ് ചോദ്യം. ഓപ്ഷൻ എ കോപ്പറേഷൻ, ഓപ്ഷൻ ബി കമ്മ്യൂണിസം, ഓപ്ഷൻ സി സോഷ്യലിസം, ഓപ്ഷൻ ഡി ക്യാപിറ്റലിസം. ശ്രദ്ധിക്കണം, മെമ്പേഴ്സിന് പ്രാധാന്യം നൽകുന്നു. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ക്യാപിറ്റലിസവും കോപ്പറേഷനും ഒരുപാട് തരത്തിൽ വ്യത്യസ്തവും അവർക്ക് ചില സാമ്യതകളുണ്ട് കേട്ടോ. കാരണം രണ്ടുപേരും ക്യാപിറ്റൽ ബേസ്ഡ് ആണ്. നമുക്കറിയാം ഈ കോപ്പറേഷൻ ആയിക്കോട്ടെ ക്യാപിറ്റൽ, രണ്ടും ക്യാപിറ്റൽ ബേസ്ഡ് ആണ്. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട് ഈ ക്യാപിറ്റൽ ബേസിന്. ക്യാപിറ്റലിസ്റ്റ് സംബന്ധിച്ച് ക്യാപിറ്റൽ പ്രൈമറിയാണ് കേട്ടോ, അവരുടെ പ്രധാന പരിഗണന ക്യാപിറ്റലാണ്. പക്ഷേ ഒരു കോപ്പറേറ്റീവിനെ സംബന്ധിച്ച് എന്താണ്? അതൊരു സെക്കൻഡറിയാണ്. അവർക്ക് ആദ്യം പരിഗണന ആർക്കാണ്? മെമ്പേഴ്സിനാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പോൾ മെമ്പേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്ന എക്കണോമിക് സിസ്റ്റം തീർച്ചയായിട്ടും എന്താണ്? ഓപ്ഷൻ എ കോപ്പറേഷനാണ്. കോപ്പറേഷനാണ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ മെമ്പേഴ്സിന് പ്രാധാന്യം കൊടുക്കുന്ന എക്കണോമിക് സിസ്റ്റം ഏതാണ്? കോപ്പറേഷൻ ആണെന്ന് പറയും. കാരണം കോപ്പറേഷൻ മാത്രമേ ഉള്ളൂ, കാരണം അവർക്കും രണ്ടുപേരും ക്യാപിറ്റൽ ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രവർത്തിക്കുന്ന തീർച്ചയായിട്ടും അതിൻ്റെ മെമ്പേഴ്സിൻ്റെ അടുത്ത് ലഭിക്കുന്ന ഷെയർ ക്യാപിറ്റൽ അത്യാവശ്യമാണ്. അതിൽ യാതൊരുവിധ തർക്കവുമില്ല. ആ മെമ്പേഴ്സിൻ്റെ അടുത്ത് ലഭിക്കുന്ന ഷെയർ ക്യാപിറ്റൽ അവർ കൃത്യമായി കൊണ്ടുപോയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് അത് വളരെ. പക്ഷേ അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഒരു സെക്കൻഡറിയാണ്. പ്രൈമറി ഇമ്പോർട്ടൻസ് ആർക്ക് തന്നെയാണ്? എപ്പോഴും മെമ്പേഴ്സിനാണ് അവർ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. അത് മെമ്പേഴ്സിനാണ് എപ്പോഴും കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രാധാന്യം ക്യാപിറ്റലിനേക്കാൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളിസി ഓഫ് ലേസസ് ഫെയർ ഈസ് ഫോളോഡ് ബൈ. ലേസസ് ഫെയർ എന്ന് പറഞ്ഞ പോളിസി ഫോളോ ചെയ്യുന്ന ആരാണ്? ഓപ്ഷൻ എ ക്യാപിറ്റൽ എക്കണോമി, ഓപ്ഷൻ ബി സോഷ്യലിസ്റ്റ് എക്കണോമി, ഓപ്ഷൻ സി മിക്സഡ് എക്കണോമി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അത് ലേസസ് ഫെയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അലോ ടു ഡു എന്നാണ് അതിന് പറയുന്ന അർത്ഥം. അലോ ടു ഡു, അലോ ടു ഡു, അതായത് ചെയ്യാൻ അനുവദിക്കുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു എക്കണോമിയിൽ ഗവൺമെൻറ് ഇൻ്റർഫറൻസ് ഇല്ലാതിരിക്കുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈ ലേസസ് ഫെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ലേസസ് ഫെയർ എന്ന് പറയുന്നത് അലോ ടു ഡു എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട ഒരു കൺസെപ്റ്റ് ആണല്ലോ ഈ അലോ ടു ഡു എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു എക്കണോമിയിൽ ഗവൺമെൻറ് ഇൻ്റർഫറൻസ് വേണ്ട എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏത് എക്കണോമിയാണ്? ക്യാപിറ്റൽ എക്കണോമിയാണോ, സോഷ്യലിസ്റ്റ് എക്കണോമിയോ, മിക്സ്? തീർച്ചയായിട്ടും അതൊരു ക്യാപിറ്റൽ എക്കണോമി ആയിരിക്കും. അവിടെയല്ലോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആവശ്യമില്ലാത്തല്ലേ. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇഷ്ടപ്പെടാത്തൊരു എക്കണോമി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലാണ് ഈ പറയുന്ന ലേസസ് ഫെയർ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അർത്ഥം അലോ ടു ഡു എന്നാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം എന്താണ്? ആ ഒരു കൺസെപ്റ്റ് നിലനിൽക്കുന്ന എവിടെയാണ്? നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലാണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പറേഷൻ ഈസ് മോർ എക്കിൻ ടു.
കോപ്പറേഷൻ എന്ന് പറഞ്ഞ ആശയം ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ഏതുമായിട്ടാണ്? ഓപ്ഷൻ എ കമ്മ്യൂണിസം, ഓപ്ഷൻ ബി ക്യാപിറ്റലിസം, ഓപ്ഷൻ സി സോഷ്യലിസം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതുമായിട്ടാണ് ഈ പറയുന്ന ഒരു ആശയം? നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു വലിയ ആശയമുണ്ട്. ക്യാപിറ്റലിസത്തിന് പ്രത്യേകത എന്താ? ക്യാപിറ്റലിസം നമുക്കറിയാം അവിടെ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് വരുന്നു, അവിടെ കോപ്പറേഷനും ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം കോപ്പറേഷനും ക്യാപിറ്റലിസത്തിനും എടുത്ത് നോക്കുമ്പോൾ അവിടെ ക്യാപിറ്റലിസം എന്താണ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് കയ്യിലാണ്. പക്ഷേ ഇവിടെ ഒരു നമ്പർ ഓഫ് പീപ്പിളിൻ്റെ കയ്യിലാണ്. എക്സ്പ്ലോയിറ്റേഷനിലാണ് ആര് വിശ്വസിക്കുന്നത്? ഈ പറയുന്ന ക്യാപിറ്റലിസം വിശ്വസിക്കുന്നെങ്കിൽ കോപ്പറേഷൻ എക്സ്പ്ലോയിറ്റേഷൻ എതിരാണ്, ചൂഷണം ചെയ്യുന്ന അഭിപ്രായമുള്ളവരാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കോപ്പറേഷനും ഈ പറയുന്ന ക്യാപിറ്റലിസം വ്യത്യാസം. എന്നാൽ സോഷ്യലിസം പറയുന്ന ആശയം എന്താണ്? സോഷ്യലിസത്തിൻ്റെ പ്രത്യേകത അവിടെ എല്ലാം സ്റ്റേറ്റ് ആണ് അല്ലേ. അവിടെ ഈ പറയുന്ന ഈ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനൊക്കെ ഓൺ ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ഓൺ ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത് സോഷ്യലിസത്തിൽ. എല്ലാം നേരത്തെ നമ്മൾ ക്യാപിറ്റലിസത്തിൽ പറഞ്ഞ എന്തായിരുന്നു? എല്ലാം ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ എല്ലാം ഓൺ ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ആണ് എല്ലാം ഓൺ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് എല്ലാം ഓൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം സ്റ്റേറ്റിൻ്റെ കൺട്രോളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ കൂടുതൽ ഈ പറയുന്ന കോപ്പറേഷൻ എന്ന ആശയം ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ഏതുമായിട്ടാണ് നമുക്ക് പറയാം? സോഷ്യലിസം എന്ന് പറഞ്ഞ ആശയവുമായിട്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോഷ്യലിസവുമായിട്ടാണ് കോപ്പറേഷൻ എന്ന് പറയുന്ന ആശയം കൂടുതൽ അടുത്ത് കിടക്കുന്നത് നമുക്ക് പറയാം. കാരണം കുറച്ചും കൂടി എന്താണ് ഈ പറയുന്ന രീതിയിൽ അവരും ഈ പറയുന്ന എക്സ്പ്ലോയിറ്റേഷനെതിരാണ്, കൃത്യമായിട്ട് എല്ലാവരിലേക്കും വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം, ഡീസെൻട്രലൈസേഷൻ നടപ്പാക്കണം എന്നൊരു ആശയമൊക്കെയാണ് സോഷ്യലിസം കൊണ്ടുവരുന്നത്. അതേ ഒരു സ്വഭാവം തന്നെയാണ് കോപ്പറേഷൻ പലപ്പോഴും കാണാം. അതുമാത്രമല്ല ഈ പറയുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന സോഷ്യലിസമായിട്ട് തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം സോഷ്യലിസം എപ്പോഴും ഒരു പൊളിറ്റിക്കൽ റെമഡിയാണ്, പക്ഷേ കോപ്പറേഷൻ ഒരിക്കലും പൊളിറ്റിക്കൽ റെമഡി അല്ല, അതൊരു നോൺ പൊളിറ്റിക്കൽ റെമഡി അല്ലെങ്കിൽ പൊളിറ്റിക്കലി ന്യൂട്രലായി നിൽക്കുന്നൊരു സംവിധാനമാണ് കോപ്പറേഷൻ. അങ്ങനെ പല കാര്യങ്ങളിലും ഇവർ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. സോഷ്യലിസവും അതുപോലെ തന്നെ നമ്മുടെ കോപ്പറേഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരുവിധം കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഏതുമായിട്ടാണ് നമുക്ക് പറയാം? സോഷ്യലിസവുമായിട്ടാണ് കൂടുതൽ ആരടുത്തിരിക്കുന്നത്? കോപ്പറേഷൻ എന്ന് പറഞ്ഞ ആശയം അടുത്തിരിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, മിയർ ഗ്രോത്ത് ഓഫ് കോപ്പറേഷൻ ഈസ് ഐഡന്റിക്കൽ വിത്ത് സോഷ്യലിസം. ഒരു കോപ്പറേഷൻ്റെ ഗ്രോത്ത് നമുക്ക് എന്താണ്? സോഷ്യലിസവുമായി ഐഡന്റിക്കൽ ആണെന്ന് പറഞ്ഞ വേർഡ്സ് ആരെയാണെന്ന്? ഓപ്ഷൻ എ എംഗൽസ്, ഓപ്ഷൻ ബി ലെനിൻ, ഓപ്ഷൻ സി കാൾ മാർക്സ്, ഓപ്ഷൻ ഡി റോബർട്ട് ഓവൻ. വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്കറിയാം ഈ സോഷ്യലിസം, ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യലിസവുമായിട്ടാണ് കുറച്ചും കൂടി അടുത്ത് ഇടപഴകുന്നത്. നമുക്ക് ഈ കോപ്പറേഷൻ പറഞ്ഞ ആശയം കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്നത് സോഷ്യലിസവുമായിട്ടാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കോപ്പറേഷൻ്റെ ഗ്രോത്ത് അങ്ങനെ പറയുന്ന ഒരു വേർഡ്സ് പറയുമ്പോൾ അത് എവിടെ നിന്നാണ് നമുക്ക് തീർച്ചയായിട്ടും ഊഹിക്കാൻ പറ്റുന്നുള്ളൂ. എന്താണ്? തീർച്ചയായിട്ടും ലെനിനാണ് അങ്ങനെ ഒരു ആശയം പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, ലെനിൻ വേർഡ്സ് ആണത്. ഈ പറയുന്ന കോപ്പറേഷൻ എന്ന് പറയുന്ന ആശയം കൂടുതൽ അടുത്തിരിക്കുന്നത് ഈ പറയുന്ന സോഷ്യലിസവുമായതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായി നമുക്കറിയാം അവിടെ എല്ലാം ഓൺ ചെയ്യുന്നത് ആരാണ്? അവിടെ കൃത്യമായിട്ട് ഓൺ ചെയ്യുന്നത് ഈ പറയുന്ന ആ ഒരു സിസ്റ്റം. ഇപ്പോൾ നമുക്കറിയാം ആ സോഷ്യലിസത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നമുക്കറിയാം കാൾ മാർക്സ് കൊണ്ടുവന്ന ഉട്ടോപ്യൻ സോഷ്യലിസം പോലുള്ള കുറേ കാര്യങ്ങൾ, അത് അങ്ങനെ ഒരു സംഭവം വരണം. 1943 കാലഘട്ടങ്ങളിൽ എന്താണ് എല്ലാത്തിനും എതിരെയുള്ളൊരു പ്രതിഷേധ നിലയിലാണ് ഉട്ടോപ്യൻ സോഷ്യലിസം ഒക്കെ കൊണ്ടുവരുന്നത്. പിന്നെ അതിൻ്റെയൊക്കെ ഒരു മാറ്റം തീർച്ചയായിട്ടും പിന്നീട് ഉണ്ടാവുകയാണ്. അവിടെ നിന്നാണ് പിന്നീട് മറ്റു പല ചിന്താധാരകളിലേക്കും എക്കണോമിക് സിസ്റ്റത്തിലേക്കൊക്കെ ലോകം പോകുന്നത്. Dash is based on the principle of self-help through mutual help, abolition of profits and service above self-help. ഈ പറയുന്ന ആശയങ്ങളൊക്കെ ഏത് എക്കണോമിക് സിസ്റ്റത്തിൻ്റെയാണ്? ഓപ്ഷൻ എ കോപ്പറേഷൻ, ഓപ്ഷൻ ബി ക്യാപിറ്റലിസം, ഓപ്ഷൻ സി സോഷ്യലിസം, ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയൻ. അതായത് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്, പ്രോഫിറ്റ് അബോളിഷൻ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് അബോവ് സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്നത്, സർവീസ് അബോവ് സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പഠിക്കുന്നത് അല്ലേ. അവിടെ സെൽഫ് ഹെൽപ്പ് എന്താണ്, മ്യൂച്വൽ ഹെൽപ്പ് എന്ന് പറയുന്ന സമയത്തും അവിടെ പ്രോഫിറ്റ് അബോളിഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അത് കോപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. കാരണം അവിടെ എപ്പോഴും സർവീസാണ് പ്രധാനപ്പെട്ടത്, സർവീസുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് കോപ്പറേഷനുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അവിടെ അത്രത്തോളം അവിടെ മെമ്പേഴ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർവീസ് മോട്ടീവായിട്ട് സൊസൈറ്റിയുടെ വെൽഫെയറിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്? കോപ്പറേഷൻ എന്ന് പറയുന്ന ആശയം പ്രവർത്തിക്കുന്നത് തന്നെ നമുക്ക് പറയാം. അടുത്താണ് ദ ഇയർ ഇൻ വിച്ച് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വാസ് പബ്ലിഷ്ഡ്. ഏത് വർഷമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്ത്? നമുക്കറിയാം സോഷ്യലിസം കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ സ്വാധീനിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതൊരു എക്സ്ട്രീം സോഷ്യലിസമാണ് നമുക്കൊരു തരത്തിൽ പറയാം. ഒരു എക്സ്ട്രീം സോഷ്യലിസത്തിൻ്റെ ഒരു എക്സ്ട്രീം ഫോമാറ്റാണ് എന്ത് കമ്മ്യൂണിസം നമുക്ക് പറയാം. അപ്പോൾ ഈ കമ്മ്യൂണിസത്തിൻ്റെ അടിത്തറയ്ക്ക് കാരണമായത് ഈ പറയുന്ന കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസും കൂടി എഴുതിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ്. ആ ഒരു ഗ്രന്ഥം ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തതെന്ന ചോദ്യം. ഓപ്ഷൻ എ 1844, ഓപ്ഷൻ ബി 1845, ഓപ്ഷൻ സി 1850, ഓപ്ഷൻ ഡി 1848. ഏത് വർഷമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പബ്ലിഷ് ചെയ്ത്? 1840. നമുക്ക് 1841 കാലഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഉട്ടോപ്യൻ സോഷ്യലിസം എല്ലാത്തിനും എതിരെയുള്ളൊരു പ്രതിഷേധ നിലയിലാണ് ഉട്ടോപ്യൻ സോഷ്യലിസം കാൾ മാർക്സ് കൊണ്ടുവന്നത്. പിന്നീട് റോബർട്ട് ഓവനെ പോലുള്ള ഒരു ഉട്ടോപ്യൻ സോഷ്യലിസം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ അവിടെ നിന്ന് മാറി ഒരു എക്സ്ട്രീം സോഷ്യലിസം എന്നൊരു കൺസെപ്റ്റിലേക്ക്, കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് ആര് കൊണ്ടുവരികയാണ്? കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസും കൊണ്ടുവരികയാണ്. അത് 1848 ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അതോടുകൂടിയിട്ടാണ് നമുക്കറിയാം ഈ കമ്മ്യൂണിസം എന്നൊരു ആശയം ലോകമെമ്പാടും വരുന്നതും അന്നത്തെ
യൂറോപ്പിൻ്റെ അവസ്ഥയിൽ അതൊരു വലിയ പൊളിറ്റിക്കൽ റെമഡി ആയിട്ട് തന്നെ അവർ കണക്കാക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സോഷ്യലിസവുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു കോർപ്പറേഷൻ പറയുമ്പോൾ. കമ്മ്യൂണിസവുമായി അധികം ബന്ധപ്പെടാത്തത്, കമ്മ്യൂണിസം ഒരുതരം കമ്പൽഷനാണ്, ഒരുതരം നിർബന്ധത്തോടെയാണ് കമ്മ്യൂണിസം നടപ്പാക്കുന്നത്. പക്ഷേ കോർപ്പറേഷൻ എന്ന് പറയുന്ന ആശയം വളണ്ടറിയാണ്. കോർപ്പറേഷൻ എന്ന് പറയുന്ന ആശയം എന്താണ്? വളണ്ടറി നടപ്പാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ആർക്കിടയിലുണ്ട് ഈ അപ്പോൾ അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ റെമഡിയാണ്. ഒരിക്കലും കോർപ്പറേഷൻ എന്തല്ല, ഒരു പൊളിറ്റിക്കൽ റെമഡി അല്ല, പൊളിറ്റിക്കലി ന്യൂട്രൽ ആയിട്ടൊരു സംവിധാനമാണ് അവർക്കുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കമ്മ്യൂണിസവുമായിട്ട് എന്തുണ്ട്, ഒരു അഭിപ്രായ വ്യത്യാസം തീർച്ചയായിട്ടും ആർക്കുണ്ട്, കോർപ്പറേഷൻ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. നെക്സ്റ്റ്, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഏത് വർഷമാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നിലവിൽ വന്നത്? ഓപ്ഷൻ എ 1932, ഓപ്ഷൻ ബി 1956, ഓപ്ഷൻ സി 1930, ഓപ്ഷൻ ഡി 1969. ഞാൻ പറഞ്ഞു കോർപ്പറേഷൻ ഒരു ബിസിനസ് ഫോം എന്ന നിലയിൽ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പുമായിട്ടും പാർട്ണർഷിപ്പുമായിട്ടും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായിട്ടൊക്കെ അല്ലേ. അപ്പോൾ നമുക്കറിയാം പാർട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് കണക്കാക്കുന്ന സമയത്ത് നമുക്കറിയാം പാർട്ണർഷിപ്പ് പറഞ്ഞ രണ്ടോ അതിലധികം വ്യക്തികൾ ചേർന്നിട്ട് ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കി ഒരു ബിസിനസ് നടത്തുന്നതിന് നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് പറയാം. അവിടെ പാർട്ണർഷിപ്പുമായിട്ട് പ്രകടമായ വ്യത്യാസം ആർക്കുണ്ട്? ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഉണ്ട്. കാരണം നമുക്കറിയാം പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ് ഫോമും റിയലി പ്രോഫിറ്റ് മോട്ടീവാണ്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്താണ്? സർവീസ് മോട്ടീവാണ്. അതുപോലെ അവിടെ ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. പക്ഷേ പാർട്ണർഷിപ്പിൽ ഓപ്പൺ മെമ്പർഷിപ്പ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എന്തുണ്ട്? പാർട്ണർഷിപ്പും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായി കണക്കാക്കുന്ന ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടാണ്. ഏത് വർഷമാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നിലവിൽ വന്നാണ്? 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് വരുന്നത്. അറിയാം, അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഈ പറയുന്ന അൺലിമിറ്റഡ് ലാബിലിറ്റി എന്നൊരു പ്രശ്നമാണ്. പിന്നീടാണ് അതിന് മറികടക്കാൻ വേണ്ടിയിട്ട് LLP പോലുള്ള ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് ഫേമുകളൊക്കെ നിലവിൽ വരുന്നത് നമുക്ക് പറയാം. അപ്പോൾ പാർട്ണർഷിപ്പിന് എന്തുണ്ട്? കൃത്യമായൊരു പങ്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് താരതമ്യം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഷെയർ വൺ വോട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ്. വൺ ഷെയർ വൺ വോട്ട് എന്നുള്ള പ്രിൻസിപ്പിൾ ആരുടെയാണ്? ഓപ്ഷൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഓപ്ഷൻ ബി പാർട്ണർഷിപ്പ്, ഓപ്ഷൻ സി സോൾ പാർട്ണർഷിപ്പ്, ഓപ്ഷൻ ഡി ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ആരുടെയാണ്? തീർച്ചയായിട്ടും വൺ ഷെയർ വൺ വോട്ട് എന്നുള്ളത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഒരു പ്രിൻസിപ്പിളാണ്. കാരണം എന്താ? ഇപ്പോൾ നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സംബന്ധിച്ച് അവിടെ വോട്ടിംഗ് ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്. അവിടെ എന്താ? വൺ മെമ്പർ വൺ വോട്ടാണ് അല്ലേ. കോപ്പറേറ്റീവ് സൊസൈറ്റി സംബന്ധിച്ചിടത്തോളം അവിടെ വൺ മെമ്പർ വൺ വോട്ടാണ്. പക്ഷേ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി സംബന്ധിച്ചിടത്തോളം എന്താണ്? എത്ര ഷെയർ നമ്മുടെ കയ്യിലുണ്ട് അത്രയും വോട്ട്സ് നമ്മൾ, അതായത് വൺ ഷെയർ വൺ വോട്ട് എന്നൊരു പ്രിൻസിപ്പിളാണ് ആര് പിന്തുടരുന്നത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് പിന്തുടരുന്നത്. എന്നാൽ വൺ മെമ്പർ വൺ വോട്ട് എന്നുള്ള ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് ആര് പിന്തുടരുന്നത്? കോപ്പറേറ്റ്. അപ്പോൾ ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും കോപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിൽ ഇതുപോലെ പ്രകടമായ മാറ്റങ്ങളുണ്ട്. കാരണം രണ്ടും, ഒന്ന് പ്രോഫിറ്റ് മോട്ടീവ്, ഒന്ന് സർവീസ് മോട്ടീവാണ്. ഒന്ന് ലാർജ് റിസോഴ്സാണ്, മറ്റേത് ഒരു തരത്തിൽ ഷെയർ ഹോൾഡേഴ്സാണ് അവിടെ വരുന്നത്. അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ചാണ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. മറ്റടുത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നോർമൽ പ്രോഫിറ്റാണ് എല്ലാവർക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എന്തുണ്ട്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നേരത്തെ പറഞ്ഞ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ പറഞ്ഞുകൊണ്ട് വൺ മെമ്പർ വൺ വോട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അല്ലെങ്കിൽ വൺ ഷെയർ വൺ വോട്ടാണ് എവിടെ വരുന്നത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അങ്ങനെ പ്രകടമായ ഒരുപാട് മാറ്റങ്ങൾ ആര് തമ്മിലുണ്ട്? ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തമ്മിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ടു ബി കണ്ടിന്യൂഡ് നമ്മുടെ ഒരു സീരീസാണ്. അപ്പോൾ എന്താണ്, അത് തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ സൂപ്പർ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കോർപ്പറേഷനും മറ്റ് എക്കണോമിക് സിസ്റ്റവുമായിട്ടും കോർപ്പറേഷനും മറ്റ് ബിസിനസ് ഫോമുമായിട്ടും എങ്ങനെ നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേഷൻ പറയുന്ന ആശയം ഏതൊരു എക്കണോമിക് സിസ്റ്റത്തിനൊപ്പം കോ എക്സിസ്റ്റ് ചെയ്യും, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ. അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് സൊസൈറ്റി ബേസിക്കലി ഒരു ബിസിനസ് ഫോമാണ്. പക്ഷേ തനതായ ബിസിനസ് ഫോമുകളായിട്ടുള്ള സോൾ പ്രൊപ്പറേറ്റർഷിപ്പുമായിട്ടും പാർട്ണർഷിപ്പുമായിട്ടും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായിട്ടും അതിനെന്തുണ്ട്? വ്യത്യാസമുണ്ട് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി. അപ്പോൾ ഒരു സൂപ്പർ ടോപ്പിക്സിൻ്റെ സീരീസാണ് ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് എൻട്രി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സീരീസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന സൂപ്പർ ടോപ്പിക്സ് നിങ്ങൾക്ക് എപ്പോഴും ഗുണകരമായിരിക്കും. ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്നേഹവും സഹകരണമൊക്കെ തുടർന്നുകൊണ്ട് പോവുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.